ലോകാവസാനം ഇമിനൻ്റ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും. ജീവാവസാനം ഇമിനൻ്റ് ആവില്ല. കുറച്ച് സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായി എടുക്കുന്നത്, പക്ഷേ ഇത് കേട്ടേ ഒക്കത്തുള്ളൂ, കേട്ടിരിക്കണം. ഈ ജീവാവസാനം ഇമിനൻ്റാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ ആൾ പോവും. നമ്മൾ ഇതിനെക്കുറിച്ച് പറയും, ഇന്നാര് പോയോ, അയ്യോ മുമ്പേ കണ്ടതേ ഉള്ളല്ലോ എന്ന്. മുമ്പേ കണ്ടേ ഉള്ളൂ, പിമ്പേ മരണം കൊണ്ടുപോയി. ഇതുപോലാണ്, ഇമിനൻ്റാണ്. ലോകാവസാനം പെട്ടെന്ന്, എപ്പോഴാണെന്നറിയില്ല. ഈ കോവിഡ് വന്ന് പെട്ടെന്നല്ലേ, ആരെങ്കിലും ചിന്തിച്ച് വരുമെന്ന്. അതുകൊണ്ട് പെട്ടെന്നായിരിക്കും. ഈ ലോകാവസാനത്തെക്കുറിച്ച് ലോകമനുഷ്യൻ്റെ ചിന്താഗതി പോലെ തന്നെയാണ് ജീവാവസാനത്തെക്കുറിച്ച് നമ്മുടെ ചിന്താഗതിയും. അതെന്താ ചിന്താഗതി? ഉടനെയും ഒന്നും നടക്കത്തില്ല, ഉടനെയും ഒന്നും സംഭവിക്കത്തില്ല, ഉടനെയും എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഈ വല്ലവരുടെയൊക്കെ മരണവാർത്തയൊക്കെ കേൾക്കാനും പറയാനും നമുക്കിഷ്ടമാണ്. പക്ഷെ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇപ്പോഴേ പേടിച്ചിരിക്കുന്നു. ചിന്തിക്കാറുണ്ടോ? നമ്മളിങ്ങനെ പെട്ടി പലയെ കയറി കിടക്കുന്നു, എല്ലാവരും ചുറ്റും ഇങ്ങനെ, നമ്മൾ നല്ല വെള്ളയൊക്കെ പിടിച്ച് പാടിയില്ല, ഇങ്ങനെ വെള്ളയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നു, എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് സമയമാമൃതത്തിലൊക്കെ പാടുന്നു. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്ന് ഇങ്ങനെ സ്പ്രേ അടിക്കുന്നു. നമ്മൾ അടിച്ചു കൊടുത്തിട്ടില്ലേ? പൗഡർ ഇങ്ങനെ കുടഞ്ഞിടുന്നു. നമ്മളിതുവല്ലതും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ വല്ലതും കണ്ടാൽ ഉടനെ രക്തത്താൽ ജയം പറഞ്ഞ് നമ്മൾ മാറും. പക്ഷെ എത്ര രക്തത്താൽ ജയം പറഞ്ഞാലും ഒരു ദിവസം പോയേക്കൂ. അനിവാര്യമായതിനെ അവഗണിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത്തരം പ്രസംഗം നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ്. ഒരിക്കൽ അറബിയുടെ ഭൃത്യൻ ചന്തയിൽ സാധനം വാങ്ങാൻ പോയി. അവിടെ ചെന്നപ്പോൾ മരണദൂതൻ അവിടെ നിൽക്കുന്നു. ഇവനെ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടുന്ന ഇവന് തോന്നി. ഇവൻ സാധനം വാങ്ങാതെ പാസ് 5 ഇട്ടിട്ട് ഒറ്റ ഓട്ടോ ഓടി അറബിയെടുക്കെ വന്ന് ചോദിച്ചു. അറബി വെച്ച്, നീ എന്താണ് സാധനം വാങ്ങാതെ വന്നേ? അത് ഞാൻ ചന്തയിൽ ചെന്നപ്പം മരണദൂതൻ അവിടെ നിൽക്കുന്നു, എന്നെ നോക്കി കണ്ണുരുട്ടുന്നു, അത് ഞാൻ ഓടിപ്പോരുന്നു. അറബി പറഞ്ഞു, പേടിക്കണ്ട, എനിക്ക് എൻ്റെ ഏറ്റവും വേഗതയുള്ള കുതിര തരാം. ഈ കുതിരപ്പുറത്ത് കയറി നീ ദാസ് ഐലൻഡിലേക്ക് ഓടാൻ പറഞ്ഞു. 5 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ദ്വീപ, ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അവൻ കുതിര കൊടുത്തു, കുതിരപ്പുറത്ത് കയറി ഇവൻ ഓടി ദാസ് ഐലൻഡിലേക്ക് പായുക. അവൻ പോയ പുറകിന് അറബി ചന്തയിൽ ചെന്നു. അറബി ചന്തയിൽ ചെന്നപ്പോഴും മരണദൂതൻ അവിടെ നിൽപ്പുണ്ട്. അറബി ചോദിച്ചു, നീ എൻ്റെ ഭൃത്യനെ കണ്ണുരുട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞ് ശരിയാണോ? ഉടനെ മരണദൂതൻ പറഞ്ഞു, ഞാനവനെ പേടിപ്പിച്ചു ഒന്നുമില്ല, ഞാനവനെ നോക്കിയെന്നുള്ള ശരിയാ. നോക്കാനൊരു കാര്യമുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എനിക്കവനെ ദാസ് ഐലൻഡിൽ വെച്ച് പിടിക്കേണ്ടതാ. ഇവൻ ഇവിടെ മനസ്സിലെ കത്തിയില്ലേ, ഇവൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവൻ ഇവിടെ നിന്നാൽ 5 മണിക്ക് എനിക്ക് അവനെ അവിടെ നിന്ന് എങ്ങനെ പിടിക്കാമെന്ന് ഞാൻ നോക്കിയതാണ്. 5 മണിക്ക് ദാസ് ഐലൻഡിൽ വെച്ച് മരണദൂതന് പിടിക്കേണ്ട അറബിയുടെ ഭൃത്യൻ ചന്തയിൽ ചെന്നിട്ട് സാധനം വാങ്ങാതെ സഞ്ചിയിട്ടിട്ട് ഓടി വന്ന് ഏറ്റവും വേഗതയുള്ള കുതിരപ്പുറത്ത് കയറി പായി അങ്ങോട്ട്. മരണത്തിൻ്റെ കണിയിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്, അവനാണ് നസറേയനായ യേശു. ക്യാൻസർ വന്നവരുന്ന് സ്തോത്രം പറയുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്നതിനകത്ത് സ്തോത്രം പറയുന്നുണ്ട്. ഞാൻ കൂടെ പറഞ്ഞൊരു പദം പറയാം, നമ്മുടെ ദൈവത്തിന് നമ്മുടെ തീക്കകത്ത് ഇടാതെ വിടുവിപ്പാൻ കഴിയും. എന്നാൽ തീയുടെ ബലം കെടുത്തി നമ്മെ വിടുവിപ്പാനും അവൻ ശക്തനായവനാണ്. നമ്മെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. സിംഹക്കൂടിൽ ഇടാതെ വിടുവിപ്പാൻ കഴിയും. എന്നാൽ സിംഹങ്ങളുടെ വായടച്ച് വിടുവിപ്പാനും അവൻ ശക്തനായ ദൈവമാണ്. ക്യാൻസർ വരാതെ കാക്കാൻ കഴിയും, ഡയബറ്റീസ് വരാതെ കാക്കാൻ കഴിയും, ബ്ലഡ് പ്രഷർ വരാതെ കാക്കാൻ കഴിയും. എന്നാൽ ക്യാൻസറിൻ്റെ വായിൽ നിന്ന്, ഹാർട്ട് അറ്റാക്കിന്റെ വായിൽ നിന്ന്, ബ്ലഡ് പ്രഷറിന്റെ വായിൽ നിന്ന് നിന്നെ വലിച്ചെടുക്കാനും എൻ്റെ ദൈവ ശക്തിയുള്ള ദൈവമാ. കയ്യൊന്നടിച്ച് വായം തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. വേദവസ്തുവിൽ വാക്യമുണ്ട്, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. എന്നെ നോക്കിക്കേ, ജീവനും കൃപയും യോബിൻ്റെ പുസ്തകത്തിലാ, നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. അതായത് ബീമോനച്ചൻ എന്ന ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസം
അകത്തേക്ക് തള്ളുന്നുണ്ട്. ഒരു തവണ ആ ശ്വാസം അകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. നിങ്ങളിൽ നല്ല ഒരു പങ്ക് മെഡിക്കൽ രംഗത്ത് പ്രൊഫഷണൽസാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ കരം എൻ്റെ ശ്വാസം തള്ളാതെ പിൻവലിച്ചാൽ 100 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിലും എന്നെ നിങ്ങൾക്ക് സഹായിപ്പാൻ കഴിയില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി ഓർത്തുകൊള്ളണേ, നിങ്ങളും ഞാനും വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ മിടുക്കോ, ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്തതുകൊണ്ട്. ഒന്നുകൂടെ കൈയൊന്ന് ഉയർത്തിക്കേ. ഞാൻ പറയുന്നത്, ദൈവമക്കളെ, കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞാൽ കൃപയാ. കൈയൊന്ന് അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ. വായൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ. തുറന്ന വാ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. അതുകൊണ്ട് കുഞ്ഞെ, കൈയൊന്ന് അടിച്ച് വാ തുറന്ന് ശക്തിയോട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, കൃപയാണെന്ന് പറ. കൃപ. ഓ ശബ റഹന. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്, ആത്മ നിറവിൽ ദൈവത്തെ ആരാധിച്ചാട്, ശക്തിയോടെ, ശക്തിയോടെ. ജീസസ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ലോകാവസാനം ഇമിനൻ്റാണ്, പെട്ടെന്ന് സംഭവിക്കും. ജീവാവസാനം ഇമിനൻ്റാണ്, പെട്ടെന്ന് സംഭവിക്കും. എപ്പം ആരെവിടുന്ന് പോകുന്നു പറയാൻ നോക്കില്ല. നമ്മൾ പേടിച്ചുകൊണ്ടും പേടിച്ചില്ലേലും കൊണ്ടുകൊണ്ട് പോവും. ആന്ധ്രയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രയിൽ. ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് പറയാൻ തുടങ്ങിയും പാസ്റ്റർ കുഴഞ്ഞു വീണ് മരിച്ചു. കല്യാണം പൂർത്തീകരിച്ചില്ല. കേരളത്തിലൊരപ്പൻ SI, നാളെ മോടെ കല്യാണമാണ്. വീട് മുറ്റത്ത് വലിയ സംവിധാനം ഒരുക്കി പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഗായകസംഘം ഇങ്ങനെ പുറകെ നിൽക്കുക. അടുത്ത സ്റ്റാൻസാ വരുമ്പം താഴെ വീണു. ഒരു TV റിപ്പോർട്ടർ 32 വയസ്സ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നീ ദൈവത്തെ സ്തുതിക്കണ്ടേ. 32 വയസ്സേ ഉള്ളൂ. ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബൈക്ക് താഴെ പോയി, ആൾ പോയി. ലൈവായി ലോകം കണ്ടു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് സന്തോഷത്തോടെ പോയി ഭക്ഷണം ഓർഡർ ചെയ്തു, ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് മേശപ്പുറത്ത് വരികയും ആള് ഫുഡിലോട്ട് മൂക്കുകുത്തി ആൾ പോയി. ഈ ഭൂവിൽ ജീവിപ്പാൻ ദൈവം തരുന്ന ഓരോ ദിവസത്തിനും, ഓരോ മണിക്കൂറിനും, ഓരോ സെക്കൻഡിനും നീയും ഞാനും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു, മറന്നു പോകരുത്. ഞാൻ പറയാറുണ്ട്, രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴേ നിൻ്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് വരുന്ന കാണുമ്പോൾ നീ സ്തോത്രം പറയണം. നിൻ്റെ പ്രിയപ്പെട്ടവൾ രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്ന കാണുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ പറയണം. നിൻ്റെ കുഞ്ഞിന് ആ ബലത്തോട് എഴുന്നേറ്റ് വരുന്ന കാണുമ്പോൾ സ്തോത്രം പറയണം. നിൻ്റെ സഹോദരനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. കാരണം ഒരു സെക്കൻഡെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ, ഈ പാപലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ഒരു നിമിഷമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ നിൻ്റെ എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണ്. ഒന്നുകൂടെ കൈയടിച്ചാട്ട്, വാ തുറന്നാട്ട് ദൈവത്തെ ആരാധിക്കുക. അതിനാ ഇവിടെ സ്ഥാനം. ദൈവത്തെ സ്തുതിക്ക്, വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓ ശബ റഖുനി ഹബ്തുന ഹല്ലേലൂയ. ഇന്ത്യയുടെ ഒരു സഹോദരൻ എനിക്ക് എഴുതൊരു മെസ്സേജ് ഇങ്ങനെ, കർത്താവേ, ഇന്ന് രാവിലെ ഉണരേണ്ടവരുടെ ലിസ്റ്റിൽ നീ എൻ്റെ പേരെഴുതിനാൽ സ്തോത്രം. ഉണരേണ്ടവരുടെ ലിസ്റ്റിൽ തമ്പുരാൻ പേരെഴുതിക്കൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇമിനൻ്റാണ്, പെട്ടെന്ന് സംഭവിക്കും. എപ്പോൾ എവിടെ സംഭവിക്കുമെന്ന് അറിയില്ല. എവർ റെഡി. ഇപ്പോഴാണ് പ്രശ്നമാണ്, ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പേടിയാ പാസ്റ്ററെ. ലോകം മുഴുവൻ 33കാരൻ 22കാരൻ എന്തോ ബർത്ത്ഡേ ആണോ പോയ വാർത്തയാണോ എന്നറിയില്ല. എന്തുമാത്രം സ്തോത്രം പറയണം. ദൈവത്തിൻ്റെ കരുണ എന്നല്ലാതെ എന്താണ്? ഇമിനൻ്റാണ്, പെട്ടെന്നാണ്. എന്നാൽ ഒരു ദൈവവേലിൻ്റെ പ്രത്യാശ ഞാൻ പറയട്ടെ. പ്രൈസ് ദ ലോർഡ്. കൂടാരമാകുന്ന ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. അഴിയുന്ന ഈ ലോകം പോയാൽ അഴിയാത്തൊരു ലോകം എനിക്കുണ്ട്. നമുക്ക് പ്രത്യാശ കൊണ്ട് രാത്രി പറയാൻ, അഴിയട്ടെ. ഈ മൺകൂടാരം അഴിഞ്ഞാലും അഴിയാത്തൊരു മീൻകൂടാരം എൻ്റെ ദൈവം എനിക്കായി ഒരുക്കുന്നു. ഇളകുന്ന ഈ രാജ്യം പോയാൽ ഇളകാത്തൊരു രാജ്യം എനിക്കുണ്ട്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ, ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത ദൈവമക്കളെ. എനിക്കറിയാം, കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചാലും മരണം പ്രസംഗിച്ചാലും നിനക്ക് പ്രത്യാശയുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ കഴിയും. മനുഷ്യന് ഇഷ്ടമല്ല ശവമടക്ക, ശവമഞ്ചം, മണി, മരണം, ഇതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല.
മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഇഷ്ടമല്ല. നമുക്കാർക്കും ഇഷ്ടമല്ല. മനുഷ്യൻ ഇവിടെ ജീവിക്കണം. 93 വയസ്സായാലും 110 വയസ്സായാലും ഇവിടുന്ന് പോകാൻ മനസ്സില്ല. പണ്ടൊരു അപ്പച്ചൻ 93 വയസ്സുണ്ട്. അപ്പച്ചന് കൊച്ചുമോളെ കാപ്പിയും കൊണ്ട് ചെന്നപ്പം അപ്പച്ചൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക കൊച്ചിനെ. എല്ലാവരും ഇവിടെ തന്നെയാണോ? അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പം ബോളി ചോദിച്ചു, കൊച്ച് അപ്പച്ചൻ എന്നെ ഇത്ര സൂക്ഷിച്ചെന്നെ നോക്കുന്നത്. ഉടനെ അപ്പച്ചൻ പറഞ്ഞിട്ട്, ഈ വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ വലിയ തള്ളയായിരുന്നു എനിക്ക് കാപ്പി തന്നത്. കുറേ കാലം മുമ്പ് വരെ നിൻ്റെ തള്ളയായിരുന്നു എനിക്ക് കാപ്പി തന്നത്. ഇപ്പം നീയാ കാപ്പി തരുന്നത്. നീ കൂടെ പോയിട്ട് പിന്നെ ആരാ എനിക്ക് കാപ്പി തരുന്നതെന്ന് നോക്ക്. പൈസ എത്ര? നമ്മൾ ചിന്തിച്ചേ, നമുക്കിതൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ജഡത്തിനിത് ഇഷ്ടമല്ലേലും ഇവിടോട്ട് ഒരു ദൈവവൈദ്യം അങ്ങോട്ട് കയറി കേൾക്കാറായി തൻ കാകളാധോനി നാം പോകാറായി ഈ പാർത്തലം വീട്ട് തേജസ്. പാട്ടങ്ങോട്ട് മുറുകുമ്പം അറിയാതൊരാട്ടം തുടങ്ങും. മനസ്സിലായില്ലേ? ഇല്ലേ? പ്രത്യാശയോടെ പാട്ടങ്ങോട്ട് പാടുമ്പോൾ ഒരു കുതിപ്പ്. എന്താണെന്നറിയാമോ? ഈ മണ്ണ് ഇവിടെ കിടക്കണമെന്നാ. ഈ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ മേളോട്ടും, നിങ്ങളുടെ പേടിയും കൂടെ മാറാൻ ഇടയ്ക്ക് ഞാൻ കയറ്റിവിടുന്നത്, ഈ മേളോട്ടും താഴോട്ടും ചാടുന്ന കണ്ടിട്ടില്ലേ? ആത്മാവ് അകത്ത് കുതിക്കുക. എന്നെ വിട് ഞാൻ പോട്ടെ, എന്നെ വിട് ഞാൻ പോട്ടെ, എന്നെ വിട് ഞാൻ പോട്ടെ. ഉടനെ ജഡം ഇവിടെ കട പിടിച്ചു താഴിടുക. പക്ഷെ ഒരിക്കൽ നാം ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും, ജഡത്തെ വെല്ലുവിളിക്കും. നാം കുതിച്ചുയരോ. ഓ, കൈകൾ അടിച്ച ദൈവത്തെ മക്കളെ ഇങ്ങോട്ട് കയറി വന്നേ. എല്ലാവരും കൈയൊന്ന് അടിച്ചേ ശക്തിയോടെ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി. നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ പോവാ. എല്ലാവരും കൈയടിച്ച് ആരാധിച്ചേ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി. കഴിച്ചേ, മേലോകരാജ്യം വേഗമീത ആഗമിക്കാം. എല്ലാവരും കൈയടിച്ചേ. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധ പാരിടത്തിൽ വന്നു തന്റെ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവാൻ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവാൻ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഓ ലോകമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഓ, അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. ഓ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൽ ആത്മാവാലെ ശക്തിയാതൻ വേല തീർക്കാം. പുത്രത്വത്തിൽ ആത്മാവാലെ ശക്തിയാതൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ആ ലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. ഓ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവേ. പാവനമായി ജീവിക്കുന്ന പാവ
നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ മരിച്ച ക്രിസ്തു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഇന്നും ജീവിക്കുന്ന കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ പ്രാണപ്രിയൻ, രാജാധി രാജാവായി ഇറങ്ങി വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാടുന്ന രാത്രി. യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. ഈ ടി വിയിലൂടെ കേൾക്കുന്ന സുഹൃത്ത്, യേശു വരാറായി. കേരളത്തിലൊരു കൺവെൻഷൻ വന്നിരിക്കുന്ന സുഖമില്ല. ഇപ്പം കയ്യൊന്ന് ഉയർത്തി പറ, യേശു വരാറാ. കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും പാടുകയും കയ്യൊക്കൂട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഈ 2-3 ദിവസങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നേ വരവിൻ്റെ അടയാളമല്ല, നിങ്ങൾ ഞാൻ എന്നാ ചെയ്യണമെന്നാ. അതാ പാസ്റ്റർ പ്രധാനം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എന്താണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അത് നിങ്ങൾ കുറിച്ചെടുത്തുകൊണ്ട് പോയി വീട്ടിൽ പോയി പഠിക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു സഭയുടെ റിട്രീറ്റിന് ചില ആഴ്ചകൾ എന്നെ 3 ദിവസം പ്രസംഗിച്ചു. അപ്പോൾ അവരെനിക്ക് തന്ന വിഷയം ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഇസ് ദ ടൈം. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഇസ് ദ ടൈം. സമയം എടുത്തു, ഇപ്പോഴാണ് സമയം. ഞാനവിടെ പ്രസംഗിച്ച് 3 ദിവസം. അത് ഒരു പുസ്തകമാക്കി, സമയമെടുത്തു. ഏതാണ്ട് 300-ലധികം പേജുണ്ട്. അപ്പം അതിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നാം എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം. ഇന്ന് രാത്രി അതാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ പ്രാർത്ഥന കൊണ്ടിരിക്കണം. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. ഒന്ന്, സമയമറിയുക. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ, ഇത് എണ്ടെന്ന് ഉറക്കുന്നതിനോട് നാഴിക വന്നിരിക്കൽ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ, സമയത്തെ അറിയാൽ തന്നെ. രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ വളരെ അടുത്തു. രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. അപ്പോൾ ഒന്ന്, നാം സമയത്തെ അറിയണം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറയുന്നേ. എനിക്ക് ഈ ഫീഡ്ബാക്ക് വേണം. നിങ്ങൾ ഈ അനക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചലനമാണ് എനിക്ക് പ്രധാനം. ഉമ്മാതിരുന്ന് ഉറങ്ങുന്നവരോടൊന്നും പ്രസംഗിക്കാൻ ഒക്കത്തില്ല. അപ്പം സമയത്തെ അറിയണം, സമയത്തെ അറിയണം. എനിക്ക് സമയത്തെ അറിയണം. എന്താണ് രമ്യാപ്രവനം 8:7, രമ്യ 8:7. കൊക്കും മീവൽപക്ഷിയും പെരിഞ്ഞാറയും, ആകാശത്തിലെ പെരിഞ്ഞാറയും കൊക്കും മീവൽപക്ഷിയും തൻ്റെ കാലം അറിയുന്നു, തൻ്റെ സമയം അറിയുന്നു, മടങ്ങി വരവിനുള്ള സമയം അറിയുന്നു, അനുസരിക്കുന്നു. എൻ്റെ ജനമോ കൊക്കും മീവൽ പക്ഷിയൊക്കെ നിങ്ങൾക്കറിയാം. അവയൊക്കെ മടങ്ങേണ്ട സമയത്ത് മടങ്ങും, പോകേണ്ട സമയത്ത് പോകും. പക്ഷേ എൻ്റെ ജനം അറിയുന്നില്ല, നമ്മൾ സമയം അറിയുന്നില്ല. നോക്കുക, ലൂക്കോസ് വിശേഷം പെട്ടെന്ന് ചില വാക്യം കൊണ്ട് വായിക്കും, കുറിച്ചെടുത്തുകൊള്ളുക. 12-ാം അധ്യായം 54-56. ലൂക്കോസ് 12:54, 54 മുതലുള്ള വാക്യം വായിച്ചേ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാട്ട് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെ ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? തമ്പുരാൻ ഇന്ന് രാത്രി നമ്മൾ കാലാവസ്ഥ നിരീക്ഷണം നടത്താൻ നമുക്കറിയാം, രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ അറിയാം. കാലഘട്ടത്തെ വിവേചിക്കാൻ കഴിയുന്നുണ്ടോ? കാലത്തെ വിവേചിക്കണം, കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിയണം. യോബിൻ്റെ പുസ്തകം 39-ാം അധ്യായം 39-ാം അധ്യായം വിശ്വാസിയെ പടക്കുതിരയോട് അവിടെ ഒന്നിച്ചിട്ടുണ്ട്. പടക്കുതിര 39:25 വായിച്ചു. 19 മുതലുണ്ട്. കാഹളനാദം ധ്വനിക്കും തോറും, ഈ പടക്കുതിരയുടെ പ്രത്യേകത, കാഹളനാദം ധ്വനിക്കും തോറും അത് ഹ ഹ എന്ന് ചിനയ്ക്കുന്നു. അടുത്തത് പടയും പടനായകന്മാരുടെ ശ്രദ്ധിച്ചോ, പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കുന്നു. അപ്പൊ ഈ പടക്കുതിരയുടെ പ്രത്യേകത, പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മണക്കുന്നു എന്ന് പറഞ്ഞാൽ, പടക്കുതിര യുദ്ധ മണത്തറിയും. ഒരു ദൈവവൈതൽ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ മണത്തറിയുന്നവനാകണം. കരയുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യില്ല. തമ്പുരാൻ ചോദിച്ച്, എൻ്റെ ദാസനായ അബ്രഹാമിനെ അറിയിക്കാതെ ഞാൻ വല്ലതും ചെയ്യുമോ?
ഇന്ന് രാത്രി സഭയോട് ഞാൻ ദൂത് പറയാം. നീ കരയുന്ന ദൈവ പൈതലെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെങ്കിൽ, നിന്റെ സഭയ്ക്ക് സംഭവിപ്പാൻ പോകുന്നത്, നിന്റെ ദേശത്തിന് സംഭവിപ്പാൻ പോകുന്നത്, നിന്റെ കുടുംബങ്ങൾക്ക് സംഭവിപ്പാൻ പോകുന്നത് ദൈവം നിന്നെ അറിയിക്കും. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ച് കരമടിച്ച്, നിന്നെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യില്ല. വിശ്വാസമുണ്ട്, ശക്തിയോട് സ്തോത്രം പറ. ഓ ഷബറതുന ഹതുന, ദൈവം നിന്നെ അറിയിക്കും. ചിലത് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി ദൈവം ചിലത് നിന്നെ അറിയിക്കും. നേരത്തെ കരയുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം അറിയിക്കും. ഇന്ന സംഭവിക്കാൻ പോന്നു, ഇന്ന സംഭവിക്കാൻ പോന്നു. മണത്തറിയണം, മണത്തറിയണം, സംഭവിക്കാൻ പോകുന്ന മണത്തറിയണം. ഈ കാലം ഇത്രയായിട്ട് നമ്മൾക്ക് പലതും മണത്തറിയാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന്, നാം സമയം അറിയുന്നവരാകണം. പറഞ്ഞേ ഒന്ന്, സമയം അറിയുക. ഇത് ഏത് കാലമാണ്, നീ പാർക്കുന്നത് എവിടെ? കർത്താവ് പറഞ്ഞു, നീ പാർക്കുന്ന എവിടെ നിന്ന് എനിക്കറിയാം. സാത്താൻ്റെ സിംഹാസനമുള്ളത്. അയ്യോ, എന്താ കർത്താവ്, നമ്മൾ എവിടെ പാർക്കുന്നറിയാം. നിൻ്റെ കൂടുള്ളവൻ്റെ സ്വഭാവം എൻ്റെ ദൈവത്തിനറിയാം. അവൻ നിനക്ക് ചെയ്യുന്ന ദ്രോഹം ദൈവത്തിനറിയാം. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞേ, എൻ്റെ ദൈവം ഞാൻ എവിടെ പാർക്കുന്നറിയാം, എൻ്റെ കൂടുള്ളവൻ ആരാണെന്നറിയാം, ഞാൻ സഹിക്കുന്നത് എൻ്റെ ദൈവത്തിനറിയാം, എൻ്റെ വേദന എൻ്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് ദൈവത്തെ സൂചിച്ചോണ്ട് പറ, എൻ്റെ ദൈവം അറിയുന്നു. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സൂചിച്ചാണ്. അതല്ലോ ഒന്ന് സമയം അറിയുക, നമ്മുടെ ഉത്തരവാദിത്വമാണ്. സമയത്തെ അറിയണം. 2, സമയം അറിയിക്കുക. സമയം അറിയുക, സമയത്തെ അറിയിക്കുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ പകലന്തിയോളം പാടത്തും പറമ്പത്തും എല്ലാം പണിയെടുത്ത് വൈകിട്ട് വന്ന് കയറുമ്പോൾ അവർക്ക് ക്ഷീണമാണ്. കയറുന്നൊന്ന് ഉറങ്ങണമെന്നുള്ള ചിന്തയേ ഉള്ളൂ. എന്നെ ശ്രദ്ധിച്ചാൽ പുറപ്പാടിൻ്റെ അന്ന് വൈകിട്ട് വീട്ടിലെത്തി ഇസ്രായേൽ മക്കളുടെ മുഖത്ത് നോക്കിയാൽ വലിയ തെളിച്ചം കാണാം. അവരുടെ വീട്ടിലാകപ്പാട് ഒരു ഒരുക്കച്ചാ. അവർ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി, അവർ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അത് നാട്ടുകാരെല്ലാം വന്ന് ചോദിക്കുക, എന്നാ എലിസബത്ത് അമ്മ, അവരുടെ പേര് ഞാൻ പറയാം, എന്നാ രൂത്തമ്മേ, എന്നാ രൂഫസഫ്റ്റായ, പതിവില്ലാത്തൊരു പാട്ട് വീട്ടിൽ കേൾക്കുന്നല്ലോ, ഒരു ഒരുക്കം കാണുന്നല്ലോ. ഉടനെ അവർ പറയും, ഇന്ന് രാത്രി ഞങ്ങളുടെ പുറപ്പാടാ, ഞങ്ങളുടെ പുറപ്പാടാ. ലോക സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിൻ്റെ മുഖം തെളിയണം, നീ ഒരുങ്ങാൻ തുടങ്ങണം. നിൻ്റെ ഒരുക്കത്തിന് കാരണം ചോദ്യം പറയണം, ഞങ്ങളുടെ വീട്ടിൽ പോകാൻ നേരമായെന്ന്. ഇത്രയൊക്കെ കൈവാട്ടി സ്വോത്രം പറയാൻ കഴിയും. നിന്നെ കണ്ടിട്ട് വേണം ആളുകൾ ഒരുങ്ങാൻ. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, കൃപയുണ്ടെന്ന് പറയുന്ന, അഭിഷേകമുണ്ടെന്ന് പറയുന്ന, ശക്തിയുണ്ടെന്ന് പറയുന്ന, വേദപുസ്തകമുണ്ടെന്ന് പറയുന്ന, ദൈവസാന്നിധ്യമുണ്ടെന്ന് പറയുന്ന നിൻ്റെ വീട്ടിൽ ഒരു വ്യത്യാസം വേണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ആമേൻ കണ്ടത്. നിൻ്റെ ആരാധനയ്ക്ക് ഒരു വ്യത്യാസം വേണം. കൃപയുണ്ടെന്ന് പറയുന്ന, അഭിഷേകമുണ്ടെന്ന് പറയുന്ന, വേദപുസ്തകം ഉണ്ടെന്ന് പറയുന്ന, ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന നിൻ്റെ വീട്ടിൽ തന്നെത്താനിടിയും ബഹളമാണ്. ആരി പെട്ടെടുക്കാൻ വരും. കൃപയുണ്ടെന്ന് പറയുന്ന, അഭിഷേകമുണ്ടെന്ന് പറയുന്ന നിന്റെ ആരാധനാലയത്തിൽ എന്നും ജനറൽ ബോഡിയും കമ്മിറ്റിയും തല്ലുമിലടിയാണ്. ആരിനകത്ത് കയറും? നിന്നെ കണ്ടിട്ട് വേണം ചിലനകത്ത് വരാൻ. ഈ 3 മാസമേ ഓബേദോൻ്റെ വീട്ടിൽ ഒക്കെ പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ കേൾക്കാറുണ്ട്. 30 ഒരുത്തൻ്റെ വീട്ടിൽ 20 വർഷം ഇരുന്നു, ഒരു ഗുണം ഉണ്ടായില്ല. ഒരുത്തൻ്റെ വീട്ടിൽ അബീനാദാമൻ്റെ വീട്ടിൽ എത്ര വർഷം? 20 വർഷം ഇരുന്നു, ഒരു ഗുണം ഉണ്ടാകാതെ വന്ന പെട്ടകം ദാവീദ് എടുത്തോണ്ട് പോയി. ദാവീദ് ആകെ കുഴഞ്ഞു. പ്രമാണപ്രകാരം എടുക്കാതെ വന്നപ്പം ആരും എടുക്കാത്ത പെട്ടകം കൊണ്ട് ഓബേദോൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. നിൻ്റെ വീട്ടിൽ ഇരിക്കട്ടോടാന്ന് പറഞ്ഞു. പക്ഷേ അവൻ കൃപയോടുകൂടെ, പ്രമാണത്തോടുകൂടെ, വിശുദ്ധിയോടെ വീട്ടിൽ കയറ്റി വെച്ചാൽ 30 വർഷം ഇരുന്നില്ല, 3 മാസമേ ഇരുന്നുള്ളൂ. ദൈവം ഓബേദോമിനെയും അവനുള്ള സകലത്തെ അനുഗ്രഹിച്ചു. ഈ പെട്ടകം പ്രമാണത്തോടെ എടുത്താൽ അനുഗ്രഹമാണ്, വ്യവസ്ഥ പ്രകാരം എടുത്താൽ അനുഗ്രഹമാണ്. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. അപ്പം ദൈവം ഓബേദോമിനെ, അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദാവീദിന് തോന്നി പെട്ടകം എടുക്കണമെന്ന്. മനസ്സിലായോ? ഈ പുസ്തകം എടുത്ത നീ, സ്നാനപ്പെട്ട നീ, അഭിഷേകം ഉണ്ടെന്ന് പറയും നീ, ആരാധനയ്ക്ക് വരും നീ, നിൻ്റെ വീട്ടിൽ നിനക്ക് വന്ന മാറ്റം കണ്ടിട്ട് വേണം പലരും ഈ പുട്ടകം എടുക്കാൻ. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ഒന്ന് സമയം പറഞ്ഞേ, അയ്യോ ഒന്ന് ശബ്ദത്തിൽ പറ, സമയം അറിയിക്കുക. ഒന്ന് സമയം അറിയുക, പിന്നെ അറിയിക്കുക. യെശയ്യാ 21:11 21 വേഴ്സ് 1, കാവൽക്കാരാ
രാത്രി എന്താ എന്ന് സേരിൽ നിന്നൊരുവൻ വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ്റെ മറുപടി, പ്രഭാതവും പ്രദോഷവും വരുന്നു, രാത്രിയും പകലും ഒന്നിച്ചു വരുന്നു. അതൊക്കെ വലിയ ഡെഫിനിഷനാണ്. എന്താ രാത്രിയും പകലും ഒന്നിച്ചു വരുന്നത്? ഈ ലോകജീവിതം രാത്രി സമാനമായി കഴിയുന്നവരുമുണ്ട്, പകൽ സമാനമായി കഴിയുന്നവരുമുണ്ട്. നിങ്ങൾക്കറിയാം, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇരുളിലേക്ക് മറയുമ്പോൾ നമ്മൾ പ്രഭാതത്തിലേക്ക് വരും. ഇന്ത്യ ഉൾപ്പെടെ രാവിലെ നേരം വെളുക്കും, നമുക്ക് രാത്രിയാകുമ്പോൾക്ക് ഇരുളാകും. ഇതുപോലെയാണ്, രണ്ടും തിരിച്ചാണ്, പകലാകും. ഇതുപോലെ ഈ ലോകജീവിതം പകലിന് തുല്യമായി കഴിയുന്നവൻ്റെ പകൽ മാറി അവന് രാത്രി വരാൻ പോകുകയാണ്. എന്നാൽ ലോകജീവിതം രാത്രിക്ക് തുല്യമായി കഴിയുന്ന ദൈവമക്കളുടെ രാത്രി മാറി ഒരു പകൽ വരാൻ പോകുകയാണ്. അവൻ നമ്മുടെ ഉത്തരവാദിത്വമാണ് സമയം അറിയിക്കുക. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഉള്ളിൽ കയറാനാ. ഒന്ന്, സമയം അറിയണം. രണ്ട്, സമയം. ഈ സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാനൊക്കൂ. പഴയ ക്ലോക്കും വാച്ചും ഒക്കെ റിപ്പയർ ചെയ്യുന്നൊരു വാച്ച് കടയുടെ മുമ്പിൽ എല്ലാ ദിവസവും കൃത്യസമയമാകുമ്പോൾ ഒരു മനുഷ്യൻ വന്നിങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് പോകുന്ന കാണാം. ഒരു ദിവസം ഈ വാച്ച് റിപ്പയർ കടയാണ്. ഇയാൾ ഇറങ്ങി വന്ന് ചോദിച്ചു, സാറേ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ നോക്കിയിട്ട് പോകുന്നത് എന്നാന്ന് ചോദിച്ചു. എന്നെ നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ വന്നാൾ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ ഫാക്ടറിയിലെ വാച്ചറാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് എനിക്ക് സൈറൻ ഊതണം. എൻ്റെ വാച്ച് ഞാൻ റെഡിയാക്കുന്നത്, ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലോക്കെ നോക്കിയാൽ. അപ്പം അയാൾ ചോദിക്കുക, സാറാണോ അവിടെ സൈറൻ ഊതുന്നത്? സാറ് സൈറൻ ഊതുന്ന കേട്ടാ ഞാൻ ഇവിടുത്തെ ക്ലോക്ക് റെഡിയാക്കുന്നത്. സാറ് സൈറൻ ഊതുന്ന കേട്ട് ഇവിടെ ക്ലോക്ക് റെഡിയാക്കും. ഈ ക്ലോക്ക് നോക്കി സാറ് വാച്ച് റെഡിയാക്കും. കാകളം തെളിവില്ലാതെ നാദം കൊടുത്താൽ ആര് പടയ്ക്ക് പുറപ്പെടും? യേശു വരാറായി എന്ന് പ്രസംഗിക്കുന്ന നിനക്ക് വല്ല മാറ്റമുണ്ടോ? വല്ല മാനസാന്തരമുണ്ടോ? വല്ല മനസ്സലിവുണ്ടോ? വല്ല രൂപാന്തരമുണ്ടോ? പോകാൻ റെഡിയാണോ? മാറ്റപ്പെടണം. നമ്മളെ കണ്ടു വേണം ചെല്ലൊടുങ്ങാൻ. ഒന്നുകൂടെ കൈ ഉയർത്തി സൂചി. നമ്മളെ ദൈവം കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. കാവൽക്കാരൻ്റെ ഡ്യൂട്ടി പലതാണ്. അതിലേറ്റവും അതിപ്രധാനമായത് ഞാൻ മുമ്പേ പറഞ്ഞു, സമയം അറിയിക്കുക എന്നുള്ളതാണ്. രണ്ട്, കാവൽക്കാരൻ്റെ ഡ്യൂട്ടി മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. മുന്നറിയിപ്പ് കൊടുക്കണം. നിങ്ങൾക്കറിയാവുന്നതാണ്, എഗസ്കേൽ പ്രവചനം 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, വായിച്ചു. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അടുത്തത്, നീ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. ഓർപ്പിച്ചിട്ടു അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്നെ പ്രാണൻ രക്ഷിച്ചിരിക്കും. 21-ാം വാക്യം നോക്കിയേ. ദുഷ്ടനോട് മാത്രമാണോ പറയേണ്ടതെന്ന്? 21 നമ്മൾ അതേ വായിക്കാറുള്ളൂ. 21 വായിച്ചേ. എന്നാൽ ദൈവം നീതിമാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർപ്പിച്ചിട്ടും അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കയാൽ അവൻ ജീവിക്കുകയും നീയും. അപ്പം ദുഷ്ടനോട് മാത്രമല്ല, നീതിമാനെ എന്ത് ചെയ്യണം? ഓർപ്പിക്കണം. അതിനായി യോഗം വെച്ചേ. അല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, നമ്മളെ ഓർപ്പിക്കണം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ദുഷ്ടനോട് നീ ഓർപ്പിക്കണം, അവരുടെ പാപത്തിൽ മരിക്കും. കേട്ടാലും കേൾക്കാഞ്ഞാലും ഓർപ്പിക്കണം. വേദവസം പറഞ്ഞു, ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളനാദം പോലെ നിൻ്റെ ശബ്ദം ഉയർത്തണം. വേദവസം പറയുന്നു, വാൾ വരുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കാം, മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടോ? നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഒരു വട്ടമെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞോ? നിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പാർക്കുന്നതിനോട് പറഞ്ഞോ? നിൻ്റെ സഹോദരങ്ങളോട് പറയുന്നുണ്ടോ? ദൈവം നിന്നോട് ചോദിക്കും. സമയം അടുത്തൊന്നും നമ്മൾ പാടുന്നു, ലോകരാജ്യം അസ്തമിക്കാറായെന്ന് പാടുന്നു. പക്ഷെ നീ ഒരു തവണയെങ്കിലും സുവിശേഷം പറയാൻ വാ തുറക്കുന്നുണ്ടോ? 2 സ്നേഹിതന്മാർ എന്നും കാണും, എന്നും സംസാരിക്കും, അനേക ലോക കാര്യങ്ങൾ അവർ തമ്മിൽ ഷെയർ ചെയ്തു. ഒടുവിൽ
തൻ്റെ ഒരു സ്നേഹിതൻ മരണവക്രത്തിലായെന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അത് ഓടിപ്പോയി. ചെന്നപ്പോൾ മരിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് ഈ സ്നേഹിതൻ നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ മനുഷ്യൻ ക്ഷീണിച്ച ശബ്ദം ചോദിച്ചു, സ്നേഹിത, നമ്മൾ തമ്മിൽ എത്ര തവണ കണ്ടു, എന്തെല്ലാം കാര്യം പറഞ്ഞു, പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് ഇതുവരെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയത് നിൻ്റെ സ്നേഹിതനോട് പറഞ്ഞോ? നിൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞോ? നിൻ്റെ ബന്ധുവിനോട് പറഞ്ഞോ? ഇംഗ്ലണ്ടിൽ ചാപ്ലൈനുകളെ ആക്കിയിട്ടുണ്ട് ശമ്പളം കൊടുത്ത്. ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ മരണത്തിന് കൊണ്ടുപോകുമ്പോൾ അവരെ വിടും അവരോട് സംസാരിക്കാൻ. ഇങ്ങനെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ചാപ്ലൈൻ തൻ്റെ ജോലി നിർവഹിക്കാൻ വന്നു. ഡ്യൂട്ടി, ശമ്പളം വാങ്ങണ്ടല്ലേ. അവനവൻ്റെ ചെവി ചെന്ന് ഉറക്കം തൂങ്ങി ശബ്ദിച്ചു, സ്നേഹിത, നിത്യജീവൻ, നിത്യതയുണ്ട്, മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇറ്റേണലാണ്, എവർലാസ്റ്റിംഗ് ആണ്, ഫോർ എവറാണ്. ഒരിക്കൽ നരകത്തിൽ പോയാൽ പിന്നെ എന്നും നരകം, അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സ്വർഗമുണ്ട്, ഇവിടെ കൊണ്ട് തീരില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ആ മരിച്ചെന്നൊക്കെ ഉറക്കം തൂങ്ങി പറയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് അവൻ പറഞ്ഞു, നിർത്തടാന്ന് പറഞ്ഞു. നിർത്തടാന്ന് പറഞ്ഞു. നീ വിശ്വസിക്കുന്നുണ്ടോ ഈ പറയുന്നേ? യേശു ഏകരക്ഷകൻ നീ വിശ്വസിക്കുന്നുണ്ടോ? ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ പറയുന്നുവല്ലോ നീ വിശ്വസിക്കുന്നു. നീ വിശ്വസിച്ച സുവിശേഷം ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ, നിനക്ക് മുമ്പേ ഈ വചനം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കാൽമുട്ട് രണ്ടും തല്ലി ഒടിച്ചിടുക, ഇംഗ്ലണ്ട് തെരുവീതിയിൽ മുഴുവൻ കുപ്പിച്ചില്ലുകൾ നിരത്തിയിടുക, മുട്ടിൽ ഇഴഞ്ഞ് 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 നീന്തിയാണെങ്കിലും ഇവിടുത്തെ ഓരോ വീടും മുട്ടുവിളിച്ച് ഞാൻ വിളിച്ചു പറയുമായിരുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ദൈവമക്കളെ, നമ്മൾ ദുരഭിമാന നിമിത്തം സുവിശേഷം പറയുവാൻ താമസിക്കുന്ന ഓരോ സെക്കൻഡിലും ജനകോടികൾ നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ സൽപ്രവർത്തികളെ ഘോഷിപ്പാനാണ്. കൈയൊന്നുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അവൻ്റെ സാക്ഷിയാകാനാണ്. നിന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഇവിടുത്തെ സമൃദ്ധി അനുഭവിക്കാൻ മാത്രമല്ല, അതിലേക്ക് ദൂത് വരാൻ പോകുകയാണ്. ഇവിടെ യേശുവിൻ്റെ സാക്ഷിയാകാനാണ്. ഡിയൽ മൂഡി എന്ന ദൈവദാസനെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ജനലക്ഷങ്ങളോട് ശിപ്പിച്ച് 10 കോടി ആളുകളെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്തയാളെന്നാണ് ഡിയൽ മൂഡിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം മാസ് ഇവാഞ്ചലിസം, വലിയ ജനസഞ്ചയത്തോട് പ്രസംഗിക്കുന്നതോടൊപ്പം പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തും. ഇന്നത്തെ ക്രൂസൈഡ് പ്രസംഗികരോ സ്റ്റേജ് പ്രസംഗിക്കോ കഴിയാത്ത കാര്യമാണ്. വ്യക്തികളോട് സുവിശേഷം പറയും. അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തിരുന്നു, ഒരാളോടെങ്കിലും പറയണം. വലിയ ജനക്കൂട്ടത്തിൽ പ്രസംഗിച്ചിട്ട് ഒരു രാത്രിയിൽ അദ്ദേഹം വലിയ യോഗം കഴിഞ്ഞ് അദ്ദേഹം തന്നെ ഹോട്ടലിൽ വിശ്രമിക്കുമ്പോൾ ഇടിയും മഴയുമായി. അന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞ് നീ ഇറങ്ങണം വിടുന്നു. ഒരു കാലം കൂടെ എടുത്തുകൊണ്ട് ഡിയൽ മൂഡി ഇറങ്ങി. ഡിയൽ മൂഡി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇടിമിന്നൽ, വെട്ടമൊന്നുമില്ല, കരണ്ടെല്ലാം പോയിരിക്കുന്നു. അപ്പോൾ വഴിക്ക് വീതി പോരാതെ ഒരു മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായി ഇങ്ങനെ ആടി വരുന്നു. കൊടയില്ല, നനഞ്ഞ് വരികയാണ്. ഡിയൽ മൂഡി കൊടയുടെ കീഴിൽ അവനെ കയറ്റി നിർത്തി, ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ പറയും, പോയി ജോലി നോക്കടാ, പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു. ഡിയൽ മൂഡി പറഞ്ഞു, അതെ, എൻ്റെ പണി ഇതാണ്ട, എൻ്റെ പണി ഇതാ. ഉടനെ അവൻ ചോദിച്ചു, അവൻ കേട്ടിട്ടുണ്ട് അതിന് ഇയാളുമല്ല, ഡിയൽ മൂഡിയാണോടോ എന്ന്. അതിന് ഇയാളുമല്ല, അവൻ കേട്ടിട്ടുണ്ട് ഡിയൽ മൂഡിയെക്കുറിച്ച്. ഡിയൽ മൂഡി പറഞ്ഞു, അതെ, ഞാനാണ് ഡിയൽ മൂഡി, ഞാനാണ് ഡിയൽ മൂഡി. അവൻ കരഞ്ഞു. ജനലക്ഷങ്ങൾ ഒന്ന് കാണാൻ കൊതിക്കുന്ന ഡിയൽ മൂഡി എന്ന അഭിഷക്തനെ ഈ പാതിരാത്രിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, എൻ്റെ മക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ടാത്ത എൻ്റെ അരികിലേക്ക് വിട്ട ദൈവം എത്ര വലിയവനാ. അയാൾ മാനസാന്തരപ്പെട്ടു. ഡിയൽ മൂഡിയുടെ ക്രൂസൈഡിലെ വലിയൊരു പങ്കാളിയായി മാറി. ഇതേ ഡിയൽ മൂഡി ഇതുപോലെ രാത്രി, നിങ്ങൾക്കറിയാം, ഞാൻ മഹാനിയോഗ എന്ന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. രോഗത്തിൽ പ്രസംഗിച്ച് ഹോട്ടലിൽ റൂമിൽ വിശ്രമിക്കുകയാണ്. ഒത്തിരി ക്ഷീണിതനാണ്. രാത്രി 1 മണിയായപ്പോൾ ദൈവശബ്ദം, മോനെ
ഉറങ്ങാൻ വരട്ടെ. നിനക്ക് ഭക്ഷണം വിളമ്പി തന്നവനെ കണ്ടില്ലേ, നീ അവൻ്റെ അരികിൽ ചെല്ലണം, അവന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം, അവനോട് സംസാരിക്കണം. റിയൽ മോഡി പറഞ്ഞ്, കർത്താവ് രാവിലെ ആട്ടെ. വീണ്ടും ശബ്ദമുണ്ടായി. റിയൽ മോഡി പറഞ്ഞ്, കർത്താവേ അവനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഇല്ലേ, രാവിലെ ആട്ടെ. 3 തവണ ദൈവശബ്ദം മുടങ്ങി. 3-ാം തവണ ശബ്ദം നിലച്ചു. റിയൽ മോഡി രാവിലെ എഴുന്നേറ്റ് ഹോട്ടൽ ലോബിയിൽ ചെല്ലുമ്പോൾ വലിയ ആൾക്കൂട്ടം. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇന്നലെ രാത്രി ഇവിടുത്തെ ഒരു സ്റ്റാഫ് സൂയിസൈഡ് ചെയ്തു, വെടിയുണ്ട പായിച്ച്. അവൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പോവാ. ഇപ്പം കൊണ്ടുപോകും, ആംബുലൻസ് വരും. റിയൽ മോഡി അടിച്ച് നോക്കിയപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അവന് ഭക്ഷണം വിളമ്പി കൊടുത്ത മനുഷ്യനാണ്. ഇവ മരിച്ച എപ്പോഴാന്ന് ചോദിച്ചു. രാത്രി 1:50. റിയൽ മോഡി അവൻ്റെ കാലിൽ വീണ്, ഡെഡ് ബോഡിയുടെ കാലിൽ വീണ് കരയാൻ തുടങ്ങി. ചെറുപ്പക്കാരാ, നിന്നെ കൊന്നത് ഞാനാ. ഇന്നലെ രാത്രി 3 തവണ ദൈവശബ്ദം ഉണ്ടായതാ. ഞാൻ നിൻ്റെ അരികിൽ വന്നിരുന്നെങ്കിൽ നീ ആത്മഹത്യ ചെയ്ത് നരകത്തിൽ പോകില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവവേദലേ, നീ സുവിശേഷം അറിയാൻ താമസിക്കുന്ന ഓരോ സെക്കൻഡും ജനലക്ഷങ്ങൾ നിത്യ നരക ന്യായത്തിലേക്ക് പോകുക. നിന്നെ ദൈവം വിളിച്ചത് സാക്ഷിയാകാനാണ്. കൈയൊന്ന് ഉയർത്തി വായ തുറന്ന് ശക്തിയോട് സ്തോത്രം പറയാം. മുന്നറിയിപ്പ് കൊടുക്കണം, കേട്ടാലും കേൾക്കാഞ്ഞാലും. ഒരു തവണയെങ്കിലും നിൻ്റെ വീട്ടിൽ, നാട്ടിലാണ് ഭിക്ഷയ്ക്ക് വരുന്നതുകൊണ്ട് 1 ലഗിലെങ്കിലും നീ കൊടുത്തേക്കണം. നിൻ്റെ ഉത്തരവാദിത്വമാണ്. മറ്റൊന്ന്, കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം ഇടിവിൽ നിൽക്കുക. ഗെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിച്ചാട്ടെ. എസെക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 30-31. വായിച്ചു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. നമ്മൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പാടും, പ്രസംഗിക്കും. നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ? വായിച്ചാട്ടെ സിസ്റ്റർ, വായിച്ചാട്ടെ. ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു. പവർ ഓഫ് ഇന്റർസീഡിങ്, മധ്യസ്ഥതയുടെ ശക്തി. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാനൊരു ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു മനുഷ്യനെ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല താനും. അതുകൊണ്ട് എൻ്റെ കോപം ഞാനോട് മേൽ ചൊരിഞ്ഞ് ക്രോധാഗ്നി കൊണ്ട് അവരെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ഇടിവിൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ദൈവം ന്യായവിധി താമസിപ്പിക്കും. സ്തോത്ര ശക്തിയോട് കേട്ടില്ല. വാ തുറന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ഒരു വീട്ടിൽ ഒരാൾ കരയാനുണ്ടെങ്കിൽ അവനെ ഓർത്ത്, അവളെ ഓർത്ത് ആ വീടിൻ്റെ ന്യായവിധിയും താമസിപ്പിക്കും. ഒരു സഭയിൽ ഒരു കുടുംബം കരയാനുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധിയും താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ കരയാനുണ്ടെങ്കിൽ, ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ, മുട്ടിമേൽ നിൽപ്പാനുണ്ടെങ്കിൽ അവനെ ഓർത്ത്, അവളെ ഓർത്ത് ആ ദേശത്തിന് ന്യായവിധിയും താമസിപ്പിക്കും. കയ്യൊന്നടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ലോകത്ത് പാപം പെരുകാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. ഞാൻ 25 വർഷം മുമ്പ് നോഹയുടെ കാലം എന്ന പുസ്തകം എഴുതി. അതിൽ ഞാൻ എഴുതി, പാപമില്ലാഞ്ഞിട്ടല്ല, ലോകത്തെ മിക്ക പട്ടണങ്ങളും സോതോമിനേക്കാൾ അതപ്പതിച്ചു. പെർത്തിൽ പാപമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. ബോംബെ പാപമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. നോഹയുടെ കാലത്ത് പാപം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവിക ന്യായവിധി പെയ്തിറങ്ങത്തില്ല. ലോത്തിന്റെ കാലത്ത് വഷളത്വം എത്ര പെരുകിയാലും, പാപം എത്ര പെരുകിയാലും ലോത്ത് സോദോം വിടാതെ ദൈവം തീയിറക്കത്തില്ല. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇവിടെ പാപം എത്ര പെരുകിയാലും, വഷളത്വം എത്ര പെരുകിയാലും ദൈവത്തിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടാതെ ദൈവം തന്നെ ന്യായവിധി ഇറക്കില്ല. കൈകടിച്ചേ മോനെ, വാ തുറന്നേ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന്റെ തീ വിടറങ്ങും മുമ്പ് ദൈവം തന്നെ സഭയെ മാറ്റും.
ദൈവത്തിന്റെ ന്യായവിധി പെയ്തിറങ്ങും മുമ്പ് ദൈവം തന്നെ സഭയെടുക്കും. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, പാപം പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, കരയുന്ന ദൈവ പൈതൽ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, ആരാധിക്കുന്ന സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ന്യായവിധി താമസിക്കുന്നത്. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തെ അടിച്ച് സുക്തിയോട്. നിങ്ങൾ കണ്ടു കാണും, ആന്ധ്രയിലോ കർണാടകയിലോ ഒരു അഭിഷക്തൻ, ഒരു ദൈവദാസൻ, TV പ്രഭാഷകൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം കണ്ടൊരു ദർശനം, ആകാശത്തു നിന്നൊരു ദൂതൻ, ആ ബൈബിളിലുണ്ടത്, ആ കോങ്കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവ ന്യായവിധിയുടെ വാളുമായി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച കരവുമായി ദൂതൻ നിൽക്കുമ്പോൾ ഒരു പറ്റം ദൈവമക്കളെ ഇന്റർസീഡ് ചെയ്യുന്നു. കർത്താവേ, ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, ഈ രാജ്യത്തെ തകർക്കരുത്. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന, ഞാനത് വിശ്വസിക്കുന്നു, ഈ ലോകത്ത് എവിടെ മലയാളിയുണ്ടോ കൃപയാ ഞാൻ ഉടൻ പോയി. അവിടെ എല്ലാം ഞാൻ മനസ്സിലാക്കിയത്, സൗദി അറേബ്യ ആയാലും ബഹ്റിനായാലും കുവൈറ്റിലായാലും ആ രാജ്യത്തിൻ്റെ നന്മ അനുഭവിച്ചിട്ട് നെടുമ്പാട് വീണ് കരയുന്ന ദൈവമക്കൾ അവിടെയുണ്ട്. കർത്താവേ, നശിപ്പിക്കരുതേ, നശിപ്പിക്കരുതേ, മാനസാന്തരത്തിന് ഇട നൽകണേ. കൈയടിച്ച് ആരാധിക്ക്. ഈ ആസ്ട്രേലിയയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ കണ്ണുനീരാണ് ഈ രാജ്യത്തിന്റെ വിടുതൽ. ശക്തിയോടെ 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 ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്നവന്റെ വില, ആരാധിക്കുന്നവന്റെ വില ലോകത്തിന് അറിഞ്ഞുകൂടാ, പക്ഷെ അവന്റെ വില ലോകം അറിയാൻ പോവാ. ഈ വീട്ടിലൊക്കെ കരയുന്നവരുണ്ട്, അവർ പോകുമ്പോഴേ എൻ്റെ വില അറിയത്തുള്ള അല്ലേ? ഇതുപോലെ ദൈവവൈതലിന്റെ വില ലോകത്തിന്റെ അറിയില്ല, സഭയുടെ വില ലോകത്തിന് അറിയില്ല. എന്നാൽ സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ബൈബിൾ പറയുന്നേ? ഭൂമി പൊടുപട പൊട്ടും, ഭൂമി കിറുകിറ കിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും, ഭൂമി പടുപട പൊട്ടും, തമ്പുരാൻ റബ്ബർ പന്ത് പോലെ ഇതിനെ തട്ടും, ഇതിടിഞ്ഞ് താഴെ വീഴും. ഒരു സെക്കൻഡിൽ ആറത കണക്കിന് ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടാകും. എന്നാൽ അതിനു മുമ്പ് സഭ ഇവിടുന്ന് കുതിക്കും. പ്രത്യാശയുണ്ടോ? 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 ഞാൻ പറക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇത് താൽക്കാലികമാ, ഇത് വീട് എഴുന്നേൽക്കില്ല. പൊടുപട പൊട്ടുമെന്ന് പറഞ്ഞാൽ പൊട്ടും, കിറുകിറ കിറുങ്ങുമെന്ന് പറഞ്ഞാൽ കിറുങ്ങും, മത്തനെ പോലെ ചാഞ്ചാടും എന്ന് പറഞ്ഞാൽ ചാഞ്ചാടും. കാരണം ഇതിൻ്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുക. എന്നാൽ ഇപ്പം വീഴാത്തത് ദൈവസഭ ഇവിടെ ഉള്ളതുകൊണ്ടാ. മുള്ളുകിടയിലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകളെ കൊണ്ട് നിറയും, ചെന്നായിക്കിടയിലെ കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായ്ക്കളെ കൊണ്ട് നിറയും, ഭൂമിയിലെ ജ്യോതിർഗോളമാകുന്ന സഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഇവിടെ നിറയും. ഈ നമ്മൾ ചിന്തിച്ച് തമ്പുരാൻ ഇവിടുത്തെ പണിയൊക്കെ ഇല്ലാതാക്കാൻ എത്ര നേരം വേണം? എത്ര നേരം വേണം മോനെ? സെക്കൻഡ്. റിക്ടർ സ്കെയിൽ 5.5, 6.7 ഒരു ഭൂമിയിലോ ഉണ്ടായി. പെർത്ത് കാണില്ല. ആരും അഹങ്കരിക്കരുത് കേട്ടോ, ആരും നിഗളിക്കരുത് മനുഷ്യ. നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ തമ്പുരാന് 2 സെക്കൻഡ് അധികമാണ്. ഭൂമി പൊടുപട പൊട്ടും, ഭൂമിയിലെ മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും. ഇതല്ല മണ്ണാങ്കട്ടയല്ല നമ്മുടെ ലക്ഷ്യം. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് കുറേ കൂടെ സമ്പത്ത് തരുമെന്ന് പറയാനല്ല. നോടിയിടയിൽ വിശുദ്ധന്മാർ പറന്നുയരും, കാഹളം ധ്വനിക്കും, വിശുദ്ധന്മാർ പറക്കും. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. നീ റെഡി ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ടോ? പറക്കാൻ റെഡി ആയിട്ടുണ്ടോ? ഒരു വീട്ടിലൊരാൾ കരയാനുണ്ടെങ്കിൽ അവനെ ഓർത്ത് അവളെ ഓർത്ത് ന്യായവിധിയും താമസിപ്പിക്കും. തെളിവ്, വർഷം മുഴുവൻ വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയാൻ തോട്ടം ഉടമസ്ഥൻ പറഞ്ഞു. എന്തിനാ എന്നെ വെച്ചേക്കുന്ന വെട്ടേക്ക്? തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ പറഞ്ഞു, 1 വർഷം അവിടെ നിൽക്കട്ടെ, ഫലം നൽകിയില്ലേ വേട്ട. ആ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയാൽ ആ വൃക്ഷത്തിന് 1 വർഷം കൂടെ ആയുസ് നീട്ടി കിട്ടി. ഒന്നുകൂടെ പറയാൻ കുഞ്ഞെ, വീട്ടിൽ കരയാൻ ആളുണ്ടേലേ, പ്രാർത്ഥിക്കാൻ ആളുണ്ടേലേ, നിന്റെ ന്യായവിധി താമസിപ്പിക്കപ്പെടും.
കഴിഞ്ഞ രാത്രിയിലോ അങ്ങ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാപം ചെയ്യുന്ന ചെറുപ്പക്കാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, കുഞ്ഞെ, നീ വഴിയിൽ തകരേണ്ടതാ. നിന്നെ ചതച്ചരച്ച് കളയാൻ, റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയാൻ, നിന്നെ തകർത്ത് കളയാൻ ദുഷ്ടപിശാച് പലവട്ടം പദ്ധതി തയ്യാറാക്കിയപ്പോഴും യഹോവയുടെ കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്, നിന്നെ പൊക്കി എടുത്തു മാറ്റിയിട്ടുണ്ട്. കാരണം ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒന്നേ നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ നിന്റെ ഭാര്യയുടെ കണ്ണുനീർ, അല്ല സ്പാസയുടെ കണ്ണുനീർ, അല്ല സഭയുടെ കണ്ണുനീരാ ദൈവത്തിന് നിനക്ക് മാനസാന്തരപ്പെടാൻ ആയുസ് മാറ്റി തരുന്നത്. കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചേ. പാപം ചെയ്തിട്ടും പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുക, പാപം ചെയ്തിട്ടും ദുഷ്ടത പ്രവർത്തിച്ചിട്ടും വഷളത്വം ചെയ്തിട്ടും ദൈവകൃപയിൽ അകന്നിട്ടും ഞാൻ തകരുന്നില്ലല്ലോ, ഞാൻ നശിക്കുന്നില്ലല്ലോ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി കരയാൻ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, മധ്യസ്ഥ അണയ്ക്കാൻ ആളുള്ളത് കൊണ്ടാണ്. നീ മറന്നു പോകരുത്. ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ, കരയാൻ ആളുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. ആരുടെയൊക്കെ കണ്ണുനീരാ നമ്മളിവിടെ നിൽക്കുന്ന ഫലം കൊടുക്കാഞ്ഞിട്ടും നമ്മുടെ ഉത്തരവാദിത്വമാണിത്. വെസൂവിയസ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, വെസൂവിയസ് എന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അടുത്താണ് പോംപി എന്ന നഗരം റോമാ സാമ്രാജ്യത്തിൽ. നമ്മുടെ കാനവച്ചൻ്റെ മോൻ ഇവിടെ ഉണ്ടോദിക്കും. കാനവച്ചൻ പണ്ടൊക്കെ പറഞ്ഞ ഉദാഹരണമാണ്. വെസൂവിയസ് ഒരു അഗ്നിപർവ്വതമാണ്. പക്ഷെ പോംപി ഭയങ്കര ജഡിക ഉല്ലാസങ്ങളുടെ നഗരം. പണ്ടത്തെ റോമാ സാമ്രാജ്യത്തിൽ റോമാ നഗരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇവിടെ ഉല്ലാസത്തിനായി ആളുകൾ അടിച്ചു കൂടും. കൊരിന്ത്, റോം, എഫെസോസ് പട്ടണം, ഇതൊക്കെ ജഡിക ഉല്ലാസങ്ങൾക്ക് പേര് കേട്ടതാണ്. അതുപോലെ പോംപി നഗരം എല്ലാം കുടിക്കാനും കൂത്താടാനും മൃഗയുദ്ധവും ഒന്നയുദ്ധവും സകല മ്ലേച്ഛതകളുടെ ഇരിപ്പിടമാണ് പോംപി നഗരം. അതിന് തൊട്ടടുത്താണ് വെസൂവിയസ് എന്ന അഗ്നിപർവ്വതം. ഇടയ്ക്കിടയ്ക്ക് ഈ വെസൂവിയസിൽ നിന്നൊരു മൂളൽ ഇങ്ങനെ കേൾക്കാം, മൂളുന്ന കേൾക്കാം. അപ്പോൾ ഈ മൂളൽ എന്താണെന്നറിയാൻ ഭൂഗർഭ നിരീക്ഷകർ, ശാസ്ത്രജ്ഞന്മാർ വന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. ഒരു കുറേ നിരന്തരമായ പരീക്ഷണത്തിന് ശേഷം അവർ പറഞ്ഞു, ഈ നിൽക്കുന്നത് വെറും പർവ്വതമല്ല, ഇതൊരു അഗ്നിപർവ്വതമാണ്. ഇതേത് നിമിഷവും പൊട്ടിയാൽ ലാവ ഒഴിച്ചു വരും. അറിയാമല്ലോ, അഗ്നിപർവ്വതം പൊട്ടിയാൽ മലവെള്ളപ്പാച്ചിൽ പോലെ തീ വെള്ളം ഒഴുകി വരും. വെസൂവിയസ് പൊട്ടുമൊരിക്കൽ. പോംപി ഇവിടെ കാണില്ല. മുന്നറിയിപ്പ് കൊടുത്തു, ഓടിക്കോണം, ഏത് നിമിഷം ഇവിടുന്ന് മാറിക്കോണം. ഗവൺമെൻറ് പറഞ്ഞു മാറേണ്ടവർക്കൊക്കെ മാറാൻ അവസരം തരാം. അവർ പറഞ്ഞു പോകില്ല. പാപത്തെ സ്നേഹിച്ചവരവിടെ കിടന്നു, പോകില്ല. ഒടുവിൽ ഒരു അർദ്ധരാത്രിയിൽ ആട്ടും പാട്ടും കൂത്തും എല്ലാം നിലനിൽക്കുമ്പോൾ വെസൂവിയസ് പൊട്ടി. പോംപി നഗരത്തെ നികത്തിക്കൊണ്ട് അഗ്നിപർവ്വത ലാവ ഒഴുകി. വർഷങ്ങൾക്ക് ശേഷം ഭൂഗർഭ നിരീക്ഷകർ ചെന്ന് നോക്കിയപ്പോൾ വലിയ ഗേറ്റുകൾ കണ്ടു. ആ ഗേറ്റുകളുടെ മുമ്പിൽ ഒത്തിരി അത്തികൂടങ്ങൾ. ഈ ലാവയുടെ ഒരു പ്രത്യേകത കൂടാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. തുറന്നു കഴിഞ്ഞാൽ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുക. കാവൽക്കാരനായിരുന്നു, അവന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ കേരളത്തിലേക്ക് എനിക്ക് പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുക. വേദികളിൽ ഈ ടൈറ്റാനിക്കിനെ കുറിച്ച് പറയും. ടൈറ്റാനിക് 1912 ഏപ്രിൽ മാസം 12-ാം തീയതി ഇംഗ്ലണ്ടിൻ്റെ സതാംപ്ടൺ തുറമുഖത്തു നിന്ന്, ലണ്ടനിലൊക്കെ പുറത്തുവിടെ ഉണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. അവിടെ ഇതുപോലെ ശബ്ദവീചികളിലൂടെ സതാംപ്ടൺ തുറമുഖത്തു നിന്ന് ടൈറ്റാനിക് കപ്പൽ യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഇടിക്കുന്നിടം വരെയുള്ളത് മുഴുവൻ അവിടെ സ്ക്രീനിലും കാണാം. അവിടേക്കിടെ ഈ ശബ്ദത്തിലൂടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളവിടെ ഇതുപോലെ ശാന്തതയോടെ അവിടെ നിന്നാൽ മതി. സതാംപ്ടൺ തുറമുഖത്തുനിന്ന് യാത്ര ആരംഭിച്ചു 2700 യാത്രക്കാരുമായി. സാധാരണ കപ്പലുകൾ ആരംഭിക്കുക ലൈഫ് ബോട്ടുകൾ കയറ്റി, ലൈഫ് ബോട്ടുകൾ. അപ്പോൾ ആളുകൾ ചോദിച്ചു, ലൈഫ് ബോട്ട് കയറ്റുന്നില്ലേ? അവരെ പറഞ്ഞു, ലൈഫ് ബോട്ട് കയറ്റാനോ? ടൈറ്റാനിക്കിനെ കളിയാക്കുകയാണോ? ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ടൈറ്റാനിക്കിനൊന്നും ചെയ്യില്ല. ടൈറ്റാനിക് യാത്ര ആരംഭിച്ചു. ആട്ടോട് പാട്ടോട് കൂത്തോട് കുപ്പിതല്ലിപ്പൊട്ടിയിലൂടെ എല്ലാ ബഹളവും അതിനകത്തുണ്ട്. അതുവരെ ലോകം കണ്ടതിലും ഉന്നതമായ ആഡംബര കപ്പൽ പാഞ്ഞു പറിച്ച് അറ്റ്ലാന്റിക് ഓഷനിലൂടെ പോകുമ്പോൾ എവിടെ നിന്ന് ഒരു വയർലെസ് സന്ദേശം കിട്ടി. ആ സന്ദേശം ഇതായിരുന്നു: ടൈറ്റാനിക്ക് റൂട്ട് മാറ്റിവിടുക, പോകുന്ന റൂട്ട് തെറ്റാണ്, കൂറ്റൻ മഞ്ഞു മലകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട്, പോക്ക് പോയാൽ നീ തകരും. ഉടനെ വയർലെസ് സെറ്റിൻ്റെ ക്യാപ്റ്റൻ സ്മിത്ത്, അതാണ് എൻ്റെ പേര്, വയർലെസ് സെറ്റിൻ്റെ മൈക്രോഫോൺ എടുത്ത് പറഞ്ഞ്, പോയി ജോലി നോക്ക്. മഞ്ഞുമലയോ? ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ടൈറ്റാനിക്കിന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ അഹങ്കാരം ദൈവം കേട്ടു.
സ്വർഗം കേട്ടു. അധികം താമസിയാതെ 150 മൈൽ നീളമുള്ള 150 മൈൽ നീളമുള്ള ഒരു കൂറ്റൻ മഞ്ഞുമല വന്ന് ടൈറ്റാനിക് കപ്പലിൻ്റെ അടിത്തട്ട് തകർത്ത് കടന്നുപോയി. മോട്ടോർ വടിച്ചടിക്കുന്ന പോലെ വെള്ളം കയറുവാൻ തുടങ്ങി, പമ്പ് ചെയ്യാൻ തുടങ്ങി. ദിഗന്ധങ്ങൾ ഭേദിക്കുവാറും നിലവിളി ഉയർന്നു, മുറവിളി ഉയർന്നു. ഒരു കൂട്ടം അമേരിക്കൻ മനുഷ്യന്മാരകത്തുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മറ്റു കപ്പൽ കിട്ടാൻ അത് കയറിപ്പോയതാ. അവരെ അവർ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കപ്പൽ താഴാൻ തുടങ്ങുമ്പോൾ ഈ അമേരിക്കൻ മനുഷ്യന്മാർ മേളിൽ ഡെക്കിൽ കയറി നിന്നു. കപ്പലിലെ ഗായ സംഘം അവരോടൊപ്പം ചേർന്നു. അവരൊരു പാട്ട് പാടി, നിന്നോടം ദൈവമേ ഞാൻ ചേരട്ടെ, കൈ സ്വർഗത്തേക്ക് ഉയർത്തി പാടി. അവരത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റാനിക് അഗാധത്തിലേക്ക് താണ്ടുപോയി സകല സമ്പാദ്യങ്ങളുമായി. ഇവിടുന്ന് വന്നൊക്കെ ഒരു കപ്പൽ കുറച്ച് നേരം രക്ഷപ്പെടുത്തി. ഈ അടുത്ത കാലത്ത് ടൈറ്റാനിക്കിനെ അന്വേഷിക്കാൻ പോയി ഒരു കോടീശ്വരനും മോനും പോയി കണ്ടില്ലേ, താഴോട്ട് പോയി. ഞാനെന്തിനാ പറഞ്ഞെന്നറിയാമോ? ദൈവമക്കളെ, ഈ ലോകമൊരു ടൈറ്റാനിക്കാണ്. ഇവിടെ ആട്ടും പാട്ടും കൂട്ടും കുപ്പി തല്ലിപ്പെട്ടിയുമുണ്ട്. ദൈവത്തെ വെല്ലുവിളിക്കുക. ഇവിടെ സുവിശേഷം പറയുന്നതുകൊണ്ടൊക്കെ ചോദിക്കുന്നത്, എന്താ ദൈവം ഇല്ല ഇത്രയൊക്കെ വന്നില്ലേ? ഇന്ന് രാത്രി ഞാൻ പറയാം, ലോകമാം ടൈറ്റാനിക് കപ്പലിന് ഇടിയേറ്റിരിക്കുകയാണ്. ഇത് മുങ്ങാൻ പോവാ, ഇത് താഴാൻ പോവാ. നല്ലൊരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് പാട്ടുപാടി കടന്നു പോകും. നമ്മളെവിടായാലും കാഹള ശബ്ദം കേൾക്കണം, പറക്കാൻ റെഡിയാകണം, കൈവിടപ്പെട്ടു പോകരുത്. ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. ഇത് അൺഎക്സ്പെക്റ്റഡായി നമുക്ക് തോന്നാം, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടതാ. ഇത് വിശ്വസിക്കുന്ന കൈ ഒന്ന് ഉയർത്തിക്കേ. ഞാനാണ് ഈ അറ്റാക്ക് വന്നതായിട്ട് എങ്ങും പോയില്ല മാസം. എൻ്റെ പാസ്റ്റർമാരൊക്കെ അത് ചോദിച്ചു നോക്കിയേ, പാസ്റ്റർ ഇത്രയും ദിവസം എങ്ങനെ അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. 1 വീക്കിൽ കൂടുതൽ എങ്ങും ഞാൻ നിൽക്കില്ല. ഞാൻ നിൽക്കണം തോന്നി. ഇത് ലാസ്റ്റ് മീറ്റിംഗാണ് ഇവിടുത്തെ. ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണം പോലും കൈവിടപ്പെട്ടു പോകരുത്. രാത്രി മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. നാളെ യോഗം ഉണ്ടോയെന്നൊന്നും അറിയില്ല, ഇനി ഉണ്ടാൽ തന്നെ ഞാൻ കാണുമെന്ന് അറിയത്തില്ല, നിങ്ങളുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ പ്രസംഗപീഠത്തിൽ ഒന്നുകിൽ ഞാൻ ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്ന അവസാന പ്രസംഗം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവർ കേൾക്കുന്ന അവസാന സന്ദേശം. ഈ 40 വർഷവും ഇങ്ങനെയാണ് ഞാൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടോണം. യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചോണം. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ട് ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തീരുമാനപ്പെടുത്തണം. നാളെയും യോഗമുണ്ട്, മറ്റന്നാളും ഉണ്ട്, പക്ഷെ നമ്മൾ കാണണമെന്നില്ല. യേശു വരാറായി. നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. ഫിലിപ്പിയാനൊരു വാക്യം വായിച്ചു, പാസ് പറഞ്ഞ സമയം തോന്നില്ലേ? ഫിലിപ്പിയാനൊരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? അവരുടെ ഇടയിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക. ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക. നിന്നെ ലൈറ്റ് ഹൗസ് ആക്കി ദൈവം നിർത്തിയിരിക്കുകയാണ്. തേജരൂപിയായി ദൈവം നിർത്തിയിരിക്കുക. കൈയൊന്ന് ഉയർത്തിക്കേ, വായം തുറന്നേ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാവരും ഒന്ന് കൈ അടിച്ച് ശക്തിയോട് ദൈവത്തെ ആരാധിച്ചാട്. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്. ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദർശനം പങ്കുവച്ച് ഞാൻ പ്രാർത്ഥിക്കാം. സമയം തരുന്നുണ്ട്. ആ ദർശനം ഞാൻ നിങ്ങളോട് പറയാം. അത് വലിയ മഹായോഗങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഞാൻ കർണാടകയിലായിരുന്നു. 10,000-കണക്കിന് ആളുകൾക്ക് വിളിച്ചുകൂടി യോഗം കണ്ടു. ഞാൻ മെസ്സേജ് അവസാനിപ്പിച്ചും സമയം പോയെന്ന് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചൊരു പാട്ട് പാടിയപ്പോൾ ഞാൻ ആരെയും വിളിച്ചു വന്നില്ല. പിള്ളേരെയും പിടിച്ചുകൊണ്ട് അപ്പനും അമ്മയും ഓടാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു. പാസ്റ്ററെ കാണിച്ചില്ലെന്ന് തോന്നുന്നു, കാണിക്കാം. കിഴച്ച് കീറുക, പിള്ളേരെ പിടിച്ചുകൊണ്ട് ഓടി വരിക, ആത്മവ്യാപാരമായി. ആ സ്റ്റേജിൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ അവിടെ പറഞ്ഞൊരു ദൂത് ഇവിടെയും പറയാം. എന്തെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ദർശനം കാണുക. പാസ്റ്ററെ തുടർച്ചയായി പരിശുദ്ധാത്മാവ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ദർശനം കാണണം നിൻ്റെ തലമുറയെക്കുറിച്ച്. എന്താണ് നിങ്ങൾ കാണേണ്ട ദർശനം? പാസ്റ്റർ ബി മോനച്ചൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പോലെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം നിനക്ക് നൽകിയ സന്താനങ്ങളിൽ ഒരാൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ദൈവാത്മാവിൽ ദർശനം കാണണം. നിൻ്റെ ദൈവം നിനക്ക് തന്ന സന്താനങ്ങളാണോ പെണ്ണോ, ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നീ ദർശനം കാണണം. അവൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ദർശനം കാണണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൾ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരങ്ങൾ വിട്ടുമാറുന്നത് നീ ദൈവാത്മാവിൽ ദർശനം കാണണം. എത്ര പേർക്ക് കൈകളടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? എത്ര പേർക്ക് സ്തോത്രം? ദർശനം കാണണം, ദർശനം കാണണം. നീ ദർശനം കാണണമെന്നാണ് ഞാൻ പറഞ്ഞേ. തലമുറയെക്കുറിച്ച് ദർശനം കാണണം.
എന്താ കണ്ട ദർശനം? മോശക്ക് നോഹ ജനിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. വിശ്വാസത്താൽ മോശക്കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു, വിശ്വാസത്താൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ സുന്ദരനും സുന്ദരിയുമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എന്താ വായിക്കുന്നത്? പ്രോപ്പർ ചൈൽഡ്, ഇവൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു നടത്തിപ്പുകാരനെ വേണം, ഒരു നായകനെ വേണം. എല്ലാ അമ്മമാരും പ്രാർത്ഥിച്ചു അതെൻ്റെ ഉദരത്തിൽ നിന്ന് വരണം. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഇവൻ യോഗ്യനാണ്. ഇവനാണ് യോഗ്യനെന്ന്. അതാണ് വിശ്വാസം, അതാണ് ദർശനം, അതാണ് കാഴ്ചപ്പാട്. നീ നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. ഷറഖുനിയ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയാം, നിന്റെ സന്താനത്തെക്കുറിച്ച് ദർശനം കാണുക. നോഹയെക്കുറിച്ച് പറഞ്ഞ് ഇവൻ ആശ്വസിപ്പിക്കും. അതവിടെ ദർശനമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിൻ്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ പ്രായം കൂടിയതോ കുറഞ്ഞതോ, ഇപ്പോഴാണ് നിങ്ങളോട് ഇത് പറയേണ്ടത്. മക്കളെ, നിങ്ങൾ ദർശനം കാണണം. കുഞ്ഞെ, നീ ദർശനം കാണണം. നീ യേശുവിനെ പ്രസംഗിച്ച് ദർശനം കാണണം. വിമോചനമൊന്നും അധിക കാലമില്ല. ഈ നിരയൊക്കെ പോവുക, അടുത്ത നിര എഴുന്നേറ്റ് വരണ്ടേ? നിങ്ങൾക്ക് എഞ്ചിനീയറെ മാത്രം മതിയോ? ഡോക്ടറെ മാത്രം മതിയോ? സുവിശേഷകനെ വേണ്ടേ? അഭിഷക്തനെ വേണ്ടേ? മിഷണറിയെ വേണ്ടേ? ആത്മനിറവുള്ളവനെ വേണ്ടേ? ഉപദേശ തികവുള്ളവനെ വേണ്ടേ? ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ പറയാം, നീ ദർശനം കാണണം. നീ കർത്താവിനോട് കരയണം. കർത്താവെ, നീ എനിക്ക് നൽകിയ സന്താനത്തിൽ ഒരുവളെ നിൻ്റെ വേലയ്ക്കായി നീ വിളിക്കണം. വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാണെന്ന് പറയുന്നവർ കൈയുയർത്തി സ്തോത്രം പറഞ്ഞേ. ഇന്ന് മുതൽ അന്ന് പ്രാർത്ഥിക്കുക. മക്കളെ ഡോക്ടറാക്കണേ, എഞ്ചിനീയർ ആക്കണേ, BSc നേഴ്സെങ്കിലും ആക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ അതൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവെ, നീ എനിക്ക് നൽകിയ സന്താനം 3 പേരുണ്ട്, ഒരാൾ അല്ല 2 പേരെ ഒരാളെ ഉള്ളെങ്കിൽ അല്ല എല്ലാവരെയും നീ വിളിച്ചാൽ വിടാൻ ഞാൻ തയ്യാറാപ്പാ. നിന്റെ വേലയ്ക്കായി നീ വിളിക്കണം. മിഷണറിയാകാൻ വിളിക്കണം. കർത്താവേ, എൻ്റെ സന്താനത്തെ നീ വിളിക്കണം. അങ്ങനെ ഇന്ന് രാത്രി മുതൽ കരയണം തുടങ്ങണം. അതായത് ഈ മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനൊക്കെ എത്ര നല്ലതാ മക്കളെ വളർത്തി ദൈവത്തിന് കൊടുക്കുന്നേ. നീ പ്രാർത്ഥിക്കണം. എൻ്റെ തലമുറയിൽ ഒരുവൻ യേശുവിന് വേണ്ടി നിൽക്കണം. അവൻ യേശുവിനെ പ്രസംഗിക്കണം, അവൾ കർത്താവിനെ പ്രസംഗിക്കണം. എനിക്കത് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. എൻ്റെ കണ്ണടയും മുമ്പ് എനിക്കത് കാണണം. നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത് സംഭവിപ്പിക്കും. ഇന്ന് രാത്രി പിശാച് പറയും നടക്കത്തില്ലെന്ന്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു അത് സംഭവിക്കും. അത് സംഭവിക്കും. നിൻ്റെ കണ്ണടയും മുമ്പ് നീ കാണും. നിൻ്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കുന്നത് നീ കാണും. കരമടിച്ച് ദൈവത്തെ ആരാധിച്ച ശക്തിയോട് പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? കുഞ്ഞെ, നീ പ്രാർത്ഥിക്ക്. മോളെ, നീ പ്രാർത്ഥിക്ക്. മോനെ, നീ പ്രാർത്ഥിക്ക്. അപ്പാ, എന്നെ ഉപയോഗിക്കണേ, എന്നെ വ്യത്യസ്തനാക്കണേ, എനിക്ക് അഭിഷേകം തരണേ, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ഒരുക്കണേ. മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാമോ? പറയാം. T.L. Osborne പോലെ, വില്യം കെറിയെ പോലെ, ജോൺ ഹസിനെ പോലെ, പ്രൈസ് ദ ലോർഡ്, ബില്ലി ഗ്രഹാമിനെ പോലെ, പ്രൈസ് ദ ലോർഡ്, റോജർ ഹോസ്മയെ പോലെ സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്ന, കേരളത്തെ കുലുക്കുന്ന, ഇന്ത്യയെ ചലിപ്പിക്കുന്ന, ആഫ്രിക്കയെ ഉണർത്തുന്ന, ആസ്ട്രേലിയ കുലുക്കുന്ന അഭിഷക്തന്മാർ ഈ സഭയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് വരട്ടെ. ശക്തിയോടെ കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ഈ തലമുറയെ തിരിച്ചു വരുത്താൻ ഈ തലമുറയെ തിരിച്ചു വരുത്തുവാൻ നിന്റെ ഉദരബലത്തിൽ ചില വേർതിരിക്കട്ടെ. ഈ സഭയിൽ ചില അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നീ കരഞ്ഞു തുടങ്ങ്, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം അത്ഭുതം ചെയ്യും. ഇന്നു മുതൽ പ്രാർത്ഥിച്ചു നോക്കിയേ. നിങ്ങൾക്കറിയാമോ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ച യോഹന്നാൻ ഒരു അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരിന് മറുപടിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാൻ മുതൽ ബർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ട ശൗമേൽ പ്രവാചകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. മമ്മി നീ കരഞ്ഞാൽ, പപ്പ നീ കരഞ്ഞാൽ, പിതാവേ നീ കരഞ്ഞാൽ, മാതാവേ നീ കരഞ്ഞാൽ, നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ തലമുറയെ ദൈവം യോഗിക്കും. എല്ലാവർക്കും കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഈ തലമുറ യേശുവിനായി നേടുവാൻ സമർപ്പിക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? കണ്ണടച്ചേ പ്രാർത്ഥിച്ചാൽ പോരാ, കരഞ്ഞേ, കർത്താവേ എൻ്റെ തലമുറയെ നീ വിളിക്കണം.
നിൻ്റെ മഹത്വമുള്ള വേലയ്ക്കായി വിളിക്കണം. വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാണ്. അവർക്ക് എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഈ തലമുറയെ മടക്കി വരുത്തുന്ന യോഹന്നാൻ്റെ ആത്മാവോട് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം ഹല്ലേലൂയ അപ്പന്മാരിലേക്കും നിരപ്പിക്കുന്ന നിരപ്പിൻ്റെ സൂക്ഷ്യമായി ദുഷ്ടതയുള്ള വഷളത്വമുള്ള പാപം പെരുകിയ ഈ തലമുറയിൽ എൻ്റെ തലമുറ കർത്താവിനായി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കൈ ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ സന്താനത്തെ നീ വിളിക്കണം അപ്പ. സ്റ്റേജിലും അവിടെ നിങ്ങൾ കൈ ഉയർത്താം. എൻ്റെ തലമുറയെ നീ വിളിക്കണം. നീ വിളിച്ചാൽ ഞാൻ വിട്ടുതരാം. അവനെ അങ്ങ് ഉപയോഗിക്കണം അപ്പ. എൻ്റെ കൺമുമ്പിൽ അത് കാണണം. എൻ്റെ കുഞ്ഞിനെ അങ്ങ് ഉപയോഗിക്കണം. മക്കളെ, നിങ്ങളോട് ഞാൻ പറയാ, കർത്താപ്പച്ച, യേശു അപ്പച്ച, എന്നെ നീ ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിക്കാൻ ഞാൻ ഏൽപ്പിക്കുക. എന്നെ മൺപാത്രം സമർപ്പിക്കുന്നവരുടെ മക്കൾ കൈ ഉയർത്തിപ്പിടിച്ചേ, കുഞ്ഞുങ്ങൾ കൈ ഉയർത്തിപ്പിടിച്ചേ. യേശുവേ, എന്നെ നീ വിളിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച, എന്നെ വിളിക്കണേ. അങ്ങനെ ഉപയോഗിക്കണേ. ഞാൻ സമർപ്പിക്കുക. എന്നെ വ്യത്യസ്തനാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കരം ഉയർത്തിയാട്ട്. ഇന്ന് രാത്രി അസാധാരണമായ ഒരു വലിയ ദൈവശക്തിയുടെ വ്യാപാരം ഞാൻ ഇവിടെ കാണുക. കൈപ്പത്തി പോലൊരു മേഘമാണ് കാണുന്നെങ്കിലും ഒരു പെരുമഴ ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തിയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. നമ്മെ ദൈവം ഇവിടെ അയച്ചത് നമ്മുടെ തലമുറയെ, ഈ തലമുറയെ നേടാൻ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്.